എമർജൻസി ഫണ്ട്സ് മാൻഡേറ്ററി ആണ്. അത്രയും ഫോർവേഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ അത്രയും ഫോർവേഡായി ചിന്തിച്ചിട്ടില്ലെങ്കിലാണ് മെയിനായിട്ട് നമുക്കൊരു ഇഷ്യൂ വരുന്നത്. പുറത്ത് പോയിട്ട് രക്ഷപ്പെട്ട ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ലൈക്ക് ഫിനാൻഷ്യലി ആയാലും പ്രൊഫഷണലി ആയാലും ഒക്കെ രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇതേപോലെ പകുതി വെച്ച് നിർത്തിപ്പോയിരുന്നു ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. എന്താണ് കീ ഡിഫറൻസ്? വി ഹാവ് ടു നോക്ക് ദ ഡോർസ്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പുറത്തുപോയി പഠിക്കുന്നത് ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. ഈ ഒരു യങ് ജനറേഷൻ്റെ ഇടയിൽ ഇപ്പോൾ +2 കഴിഞ്ഞാലും ബാച്ചിലേഴ്സ് കഴിഞ്ഞാലൊക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും ഞാനിനി പുറത്ത് പോയി പഠിക്കുകയാണ്, UK പോയി പഠിക്കുകയാണ്, ജർമ്മനി പോയി പഠിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവർക്ക് അതിൻ്റെ കംപ്ലീറ്റ് എസെൻസ് എങ്ങനെ എടുക്കണം എന്ന് അറിയില്ല. ഒരുപാട് പേര് വെറുതെ ഒരു സ്റ്റൈലിനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡിൻ്റെ പാർട്ടാകാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു പോഡ്കാസ്റ്റ് കണ്ടാൽ മതി. ബിക്കോസ് ഇതിൽ ഞങ്ങൾ പറഞ്ഞു തരും എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോബൽ എക്സ്പോഷർ യൂട്ടിലൈസ് ചെയ്യാം ടു ദ മാക്സിമം. ഇനി അതല്ല, നിങ്ങൾ അങ്ങോട്ട് +2 കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ്, പുറത്ത് പോയി പഠിക്കണം, ബട്ട് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, ഏത് കൺട്രി സെലക്ട് ചെയ്യണം, ഏത് യൂണിവേഴ്സിറ്റി, ഏത് കോഴ്സ്, ഇങ്ങനെ ഒന്നും അറിയില്ല, ഇങ്ങനെ കംപ്ലീറ്റ്ലി ഡൗട്ട് അടിച്ചിരിക്കുന്ന ടൈമാണെങ്കിൽ നിങ്ങൾക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഇനി അവിടെ എത്തിയിട്ട് നിങ്ങൾ പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. സോ ആസ് ദ ഹോസ്റ്റ്, ലെറ്റ് മീ വെൽക്കം അവർ ഗസ്റ്റ് മിസ് വീണ വേണുഗോപാൽ. വെൽക്കം ടു ദി പോഡ്കാസ്റ്റ്. സോ നിങ്ങളെക്കുറിച്ച് ഒരു 2 വാക്ക് പറയുമോ? നിങ്ങളുടെ ഈ ഒരു ജേർണി അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? ഓക്കെ, എൻ്റെ പേര് വീണ. ഞാൻ ഓക്സ്ഫോർഡ് ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ഗ്രൂപ്പിൻ്റെ റീജിയണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ എനിക്കൊരു 5 years എക്സ്പീരിയൻസ് ഉണ്ട്. സോ അൾട്ടിമേറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുക അത് റൈറ്റ് ഡെസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ അത് ആക്ച്വലി വൺ ഓഫ് ദ ബെസ്റ്റ് ജോബ്സ് ആണ്. കാരണം നമ്മുടെ സ്റ്റുഡൻസിന് ഒരു കറക്റ്റ് പാത്വേസ്, ലൈക്ക് കറക്റ്റ് ഒരു കരിയർ ഗൈഡൻസ് കൊടുക്കുക, അവർക്ക് ബെസ്റ്റ് ഡെസിഷൻ എടുക്കാൻ, ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ്. സോ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് 5 years ആയിട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളെ പിള്ളേരുടെ മൈൻഡിലുള്ള പ്രൈമറി ക്വസ്റ്റ്യൻ, എങ്ങനെ ഒരു നല്ല യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു നല്ല പ്ലേസ് നമുക്ക് സെലക്ട് ചെയ്യാം? ആ ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ അതാണ് എല്ലാവർക്കും. ഇപ്പം ഞങ്ങൾ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ സ്റ്റഡി അബ്രോഡ് എൻട്രി ഫ്ലൈയിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒരു പ്രൈമറി ക്വസ്റ്റ്യൻ നമ്മൾ എത്ര പറഞ്ഞാലും ആളുകൾക്ക് മതിയാവാത്ത ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ അതിന് ഒരു 6 year old നിങ്ങൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും? ആ ഒരു ടൈപ്പിൽ ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഇപ്പം ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ ഫാക്ടേഴ്സ് അതിൽ ശരിക്കും നോക്കണം. അപ്പം യൂഷ്വലി നമ്മൾ ഫസ്റ്റ് നോക്കുന്ന ഫാക്ടർ എപ്പോഴും അഫോർഡബിലിറ്റി ആയിരിക്കും. കാരണം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് വേണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് യൂണിവേഴ്സിറ്റി റാങ്കിങ്, ആ യൂണിവേഴ്സിറ്റീൻ്റെ എംപ്ലോയബിലിറ്റി റാങ്കിങ്, പിന്നെ അവിടുത്തെ ഫാക്കൽറ്റീസ്. കാരണം നമുക്ക് നല്ല ഫാക്കൽറ്റീസ് ഇല്ലെങ്കിൽ നമുക്ക് കാര്യമില്ല. അപ്പം ഫാക്കൽറ്റീസ്, പിന്നെ ആ യൂണിവേഴ്സിറ്റീൻ്റെ ഫെസിലിറ്റീസ്, ലൈക്ക് അക്കാദമിക് വൈസ് ഫെസിലിറ്റീസ്. കാരണം നമുക്കിപ്പം കുറേ ഏക്കേഴ്സ് ഓഫ് ലാൻഡുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, എന്നിട്ട് അക്കാദമിക്കലി ആ യൂണിവേഴ്സിറ്റി ഓക്കെ അല്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി നമ്മൾ അക്കാദമിക്കലി സപ്പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, ലൈക്ക് ലാബായാലും നമ്മൾ അതിനനുസരിച്ചിട്ട് അതുണ്ടോ എന്നുള്ളൊരു ബേസിക് റിസർച്ച് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ആ യൂണിവേഴ്സിറ്റിക്ക് ഇൻഡസ്ട്രി ആയിട്ടുള്ള ലിങ്ക്സ് വേണം. കാരണം അന്നേരം നമുക്ക് അവിടെ ഇൻറ്റേൺഷിപ്സ് ആയാലും ജോബ് പ്ലേസ്മെൻറ്റ്സ് ആയാലും ഈവൻ ഗസ്റ്റ് സ്പീക്കേഴ്സ് ആയാലും ഗസ്റ്റ് ഫാക്കൽറ്റീസ് ആയാലും, സോ ആ ഒരു എക്സ്പോഷർ ആ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇതൊക്കെ മനസ്സിലാക്കാൻ എന്തെങ്കിലും സൈറ്റുകൾ? ഇപ്പൊ റാങ്കിങ് പറഞ്ഞല്ലോ, റാങ്കിങ് പറയുമ്പോൾ നമ്മൾ ഏത് റാങ്കിങ് ആണ് നോക്കേണ്ടത്? ലൈക്ക് എംപ്ലോയബിലിറ്റി റാങ്കിങ് ആണ് നമ്മൾ യൂഷ്വലി. കാരണം ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് എത്ര കുട്ടികൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. കാരണം അക്കാദമിക് റാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂണിവേഴ്സിറ്റീൻ്റെ പല ആസ്പെക്റ്റിൽ ആ റാങ്കിങ് കൂടാൻ പറ്റും. ലൈക്ക് ഈവൻ ദ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആയാലും പല രീതിയിൽ ആ ഒരു ഇതിനെ ഫാക്ടറിനെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ എംപ്ലോയബിലിറ്റി റാങ്കിങ് എന്ന് പറയുന്ന സമയത്ത് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എത്ര കുട്ടികൾ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. സോ അതൊരു കീ ഫാക്ടറാണ്. പിന്നെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇതൊക്കെ നോക്കുന്ന കൂടെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കോഴ്സിൻ്റെ മോഡ്യൂൾസ് ചെക്ക് ചെയ്യണം. കാരണം ഇപ്പം നമുക്ക് ടഫായിട്ടുള്ളൊരു മോഡ്യൂൾ അത് ഉണ്ടെങ്കിൽ ദർ ഇസ് നോ പോയിന്റ് ഇൻ ടേക്കിംഗ് ദാറ്റ്. ഇപ്പം നമ്മളൊരു സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റ് പഠിച്ചു, അപ്പം നമുക്ക് ഇപ്പം എങ്ങനെയെങ്കിലും UK പോയാൽ മതി എന്നുള്ളൊരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് നമ്മൾ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും മോഡ്യൂൾസ് നമ്മൾ ആ കോഴ്സിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അറ്റ് ദ സെയിം ടൈം ആ യൂണിവേഴ്സിറ്റി നമുക്ക് തരുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, അതും പിന്നെ സ്കോളർഷിപ്സ്.
കാരണം നമുക്ക് സ്കോളർഷിപ്സ് കിട്ടുന്നുണ്ടോ, എത്ര സ്കോളർഷിപ്സ് കിട്ടുന്നുണ്ട്, ആ ഫാക്ടേഴ്സും ഡെഫിനറ്റ്ലി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ സ്കോളർഷിപ്സ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും പെർട്ടിക്കുലർ സൈറ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സൈറ്റ് നമുക്ക് യൂണിവേഴ്സിറ്റീൻ്റെ സൈറ്റ് പോയി കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന സ്കോളർഷിപ്സ് ഉണ്ടാവും. ചില യൂണിവേഴ്സിറ്റീസ് എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി അപ്ലൈഡ് ആയിരിക്കും. ചില യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്സിന് ചില കണ്ടീഷൻസും ക്രൈറ്റീരിയാസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം സ്കോളർഷിപ്സ് നമുക്ക് എത്ര കിട്ടുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, എല്ലാം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലാണ് ഏറ്റവും ബെസ്റ്റ് ട്രസ്റ്റഡ് ഇൻഫർമേഷൻസ് ഉണ്ടാവുക. നമ്മൾ ആരും പറയുന്നത് കേട്ടിട്ട് ഇത്ര സ്കോളർഷിപ്സ് കിട്ടും അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പുറത്തുപോയി പഠിക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ ആ ഒരു ഗ്ലോബൽ എക്സ്പോഷർ തന്നെയാണല്ലോ. അപ്പോൾ അവിടെ നമുക്കൊരു പ്രൊഫഷണൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ഒരു സ്റ്റുഡൻറ്റ് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ അവർ കീപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ടത്, അങ്ങനെ എന്തെങ്കിലും? സോ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ലിങ്ക്ഡിൻ ആണ്. ഓക്കെ. സോ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ സ്റ്റുഡൻസ് ആ പ്ലാറ്റ്ഫോം ശരിക്കും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ചും കൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണ് സ്റ്റുഡൻസ് ആക്ച്വലി ഈവൻ ഞാൻ പോലും ആക്റ്റീവ് ആവുന്നത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിനെക്കാളും നമ്മളൊരു പ്രൊഫഷണൽ വൈസ് നമുക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. സോ ലിങ്ക്ഡിനിൽ ഇപ്പോൾ ഇപ്പം ഞാനിപ്പം എഡ്യൂക്കേഷണൽ ഫീൽഡിലത്തെ ഒരാളാണ്. ഇപ്പം എൻ്റെ കണക്ഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കണക്ഷൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഡിഫറെൻറ്റ് ഈവൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലേഴ്സ് ആയിട്ടും യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ്സ് ആയിട്ടും ഈവൻ അവിടുത്തെ അലൂമിനി സ്റ്റുഡൻസ് ആയിട്ടും. അപ്പം എനിക്ക് എൻ്റെ പ്രൊഫഷണൽ നെറ്റ്വർക്ക് ഏതൊക്കെ എക്സ്റ്റെൻഡിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ആ രീതിയിലെ കണക്ഷനെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ലിങ്ക്ഡിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈവൻ നമ്മളവിടെ പാർട്ട് ടൈം ജോബ് നോക്കാനാണെങ്കിൽ പോലും നമ്മളതിൽ ലിങ്ക്ഡിൻ എല്ലാത്തിനും. കാരണം ഇപ്പം ഈവൻ ജോബ്സിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇപ്പം പണ്ടൊക്കെ CV ആണ് നോക്കുക. ഇപ്പൊ ഏതൊരു റിക്രൂട്ടറും നമ്മൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽസ് നോക്കും. ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ആണ്. കാരണം ഇപ്പം ഞാൻ ഇന്ന കമ്പനിയിൽ ഇന്ന ഇയറിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി സംബഡി ലൈക്ക് ബൈ ചാൻസ് ആ ഒരു ഇത് കണ്ടു, ഹാവ് നോട്ട് വർക്ക്, അത് പറ്റില്ലല്ലോ. അപ്പോൾ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ CVനെക്കാളും കുറച്ചും കൂടെ ട്രാൻസ്പാരൻ്റ് ആണ്, കുറച്ചും കൂടെ റൈറ്റ് ഇൻഫർമേഷൻസ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ പ്രൊഫഷണലി അപ്പം അതുകൊണ്ട് തന്നെ റിക്രൂട്ടേഴ്സ് ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മളെ CV എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ചെയ്തൊരു സാധനമാണ്. പക്ഷേ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒന്നാണ്. നമ്മളെ എഫേർട്സ്, ഇൻവെസ്റ്റ്മെന്റ്, നമ്മളെ പ്രൊഫഷണൽ എല്ലാം അതിൽ റിഫ്ലക്റ്റഡ് ആണ്. അപ്പോൾ ഈവൻ എൻ്റെ പ്രൊഫൈൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന മീറ്റിംഗ്സ്, ഞാൻ ചെയ്യുന്ന സ്റ്റുഡൻറ് എൻഗേജ്മെന്റ്സ് ഒക്കെ ഞാൻ ഇടും. അത് ആക്ച്വലി എൻ്റെ പ്രൊഫഷണൽ വാല്യൂം, ഞാൻ പ്രൊഫഷണലി എത്ര ടൈം എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണത്. സോ നിങ്ങളുടെ ഒരു സജഷനിൽ ഇപ്പൊ ഞാൻ UK പോകണം, അപ്പൊ ഞാൻ എപ്പോ സ്റ്റാർട്ട് ചെയ്യണം? അവിടെ എത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണോ? എന്താണ് അതിന്റെ ഒരു ബെസ്റ്റ് ടൈമിംഗ്? ഇതിപ്പം UK പോകുന്നില്ലെങ്കിലും ഉണ്ടെങ്കിലും എൻ്റെ ഒരു സജഷൻ ഇപ്പം എല്ലാ സ്റ്റുഡൻസും ലൈക്ക് ഈവൻ ഇപ്പം ബാച്ചിലേഴ്സ് ആണെങ്കിലൊക്കെ ആ പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അത് വലിയൊരു ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഇൻസ്റ്റയും ഫേസ്ബുക്കും പോലെ തന്നെ ഈസി ആയിട്ടുള്ളൊരു ഇതാണ്. പെയ്ഡ് ഉണ്ട് മെമ്പർഷിപ്പ്, എന്നാലും നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം അത് ചെയ്യണം എന്നാണ് ലൈക്ക് UK പോകുന്നുണ്ടെങ്കിലും ഇല്ലയും. അപ്പം UK പോകുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി അഡ്വാൻസ് ആയി പറഞ്ഞ പോലെ നമ്മൾ അവിടെ എത്തിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഡെവലപ്പ് ആവുന്ന ഒരു സാധനമല്ല ഈ പ്ലാറ്റ്ഫോം. അപ്പം നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ഈ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, നമ്മളെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. കാരണം നമുക്ക് പ്രൊഫഷണലി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പുള്ള പ്രൊഫൈൽസ് കിട്ടിയിട്ടേ കാര്യമുള്ളൂ. എന്നാലേ നമുക്ക് അപ്ഡേറ്റ്സ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു UK പോകുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ സ്റ്റുഡൻറ്റിന് മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് കൺസേൺസ് ഉണ്ടാവും. മേ ബി വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റുഡൻറ് എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസും അവിടെ നടക്കുന്ന ബാക്കി ആക്ടിവിറ്റീസും ഒന്നും വിസിബിൾ ആയിരിക്കില്ല. ഒരു വെബ്സൈറ്റിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അവർക്ക് ഡേ ടു ഡേ അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് അവർ ലിങ്ക്ഡിൻ പേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന എന്ത് സ്റ്റുഡൻറ് എൻഗേജ്മെൻറ്റ്സ് ആയാലും പുതിയ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയാലും പുതിയ ഫാക്കൽറ്റി ആയാലും അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ അപ്ഡേറ്റ്സും ലിങ്ക്ഡിനിലുണ്ടാവും. അറ്റ് ദ സെയിം ടൈം അലൂമിനി പേജസ് ഉണ്ടാവും. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ സ്റ്റുഡൻസിന്റെ അവരെ വോയിസസ് ലൈക്ക് ലിങ്ക്ഡിനിൽ തന്നെ സ്റ്റുഡൻസിന്റെ അലൂമിനി പേജസ് ഉണ്ടാവും. ഈവൻ ജോബ് സെർച്ചിങ് പേജസ് ഉണ്ടാവും. സോ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം നമ്മളിപ്പം ഫേസ്ബുക്കിലുണ്ടല്ലോ കുറേ ഗ്രൂപ്പ്സുകൾ. ഇപ്പം നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങുന്നവർക്ക് പെറ്റ് ലവേഴ്സിൻ്റെ ഗ്രൂപ്പ്. സോ അതേപോലെ തന്നെ നമുക്ക് റൈറ്റ്ലി ഡിസ്കവർ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല.
പക്ഷെ നമ്മൾ അതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണലി അത് ആക്ച്വലി നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പം ഞാൻ നാളെ ഒരു ജോബ് ചേഞ്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ നോക്കുന്നില്ല, ബട്ട് ബൈ ചാൻസ് എനി ഓഫ് ദ യൂണിവേഴ്സിറ്റി കംസ് അക്രോസ് മൈ പ്രൊഫൈൽ. സോ അവർ നോക്കുമ്പം ഈ ഒരാള് കുറെ മീറ്റിംഗ്സ് ചെയ്യുന്നുണ്ട്, കുറെ ഫാസ് ചെയ്യുന്നുണ്ട്, വൈ കാൺ വി കൺസിഡർ. സോ ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മേ ബി അവർ എന്നെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യും, ആർ യു ലുക്കിംഗ് ഫോർ എ ജോബ് ചേഞ്ച്. സോ ആസ് പെർ എൻ്റെ ഈ എല്ലാ ജോബ്സും ഞാൻ ലിങ്ക്ഡിനിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത ജോബ്സാണ്. സോ എൻ്റെ ഞാനിപ്പം ഈ 5 yearsൽ ചെയ്ത 2 ജോബ്സും ലിങ്ക്ഡിൻ ത്രൂ എനിക്ക് കിട്ടിയ ജോബ്സാണ്. അതിൽ ഒരു പേഴ്സണൽ ഫസ്റ്റത്തെ 2 ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്തതാണ്. പക്ഷെ ഇൻ കേസ് അവർ ചെയ്യുന്നതും നമ്മളെ വെരിഫിക്കേഷൻ ഒക്കെ ലിങ്ക്ഡിൻ ആണ്. ലിങ്ക്ഡിൻ എന്തായാലും ഒരു മേജർ റോൾ ഉണ്ട്. ഓഫ് കോഴ്സ് അത് വളരെ റോളുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ ഒക്കെ പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും ലിങ്ക്ഡിൻ ആക്ച്വലി യൂസ് ചെയ്യണം. അപ്പോൾ പ്രൊഫഷണൽ ലൈഫിൽ ഒരു പ്രൈമറി പാർട്ട് തന്നെ ആയിരിക്കണം, നമ്മൾ കണ്ടിന്യൂസ്ലി അത് അപ്ഡേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ആക്റ്റീവ് ആയിരിക്കണം അല്ലേ? കാരണം അതിൽ വേറൊരു കാര്യം പോസ്റ്റ് ചെയ്യുന്നില്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രൊഫഷണൽ ലൈഫ്. അപ്പം ആ ഒരു പ്രൊഫഷണലിസം നമുക്ക് ഒബ്വിയസ്ലി ഇപ്പം എനിക്ക് ഇപ്പം ഞാൻ വേറൊരാൾ നോക്കുന്ന സമയത്ത് അവരെ എല്ലാ ആക്ടിവിറ്റീസും ഇടുന്നു. അപ്പം ഒബ്വിയസ്ലി എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത പോലെയല്ല ഇപ്പോൾ ഉള്ളത്. കാരണം ഐ നോ ഹൗ ടു മെയിൻറ്റെയിൻ എ ലിങ്ക്ഡിൻ അക്കൗണ്ട് ലൈക്ക് വിച്ച് വിൽ ബെനിഫിറ്റ് മീ. സോ ഇപ്പം എനിക്ക് ആ ഒരു പെർസ്പെക്റ്റീവിലാണ് എൻ്റെ ലിങ്ക്ഡിൻ. സോ ഫോളോവേഴ്സിനെ കൂട്ടുക. അപ്പം നമ്മൾ ഇൻസ്റ്റയിൽ ഫോളോവേഴ്സിനെ കൂട്ടുന്ന രീതിയിലല്ല ലിങ്ക്ഡിനിൽ ഫോളോവേഴ്സ്. കാരണം കണക്ഷൻസ്, കാരണം നമ്മളൊരു കണക്ഷൻ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ റാൻഡംലി അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഇപ്പം നമ്മളൊക്കെ പേഴ്സണലി നോക്കും, പിന്നെ ഈവൻ പ്രൊഫൈൽ പിക്ചർ ഉണ്ടോ, അതിപ്പോൾ ഒരു സാധാ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് നമ്മൾ പല രീതിയിലും ഒരു ഡബിൾ തിങ്കിങ് ചെയ്തിട്ടാണ് ലിങ്ക്ഡിൻ കണക്ഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെയാണ്. കാരണം ലിങ്ക്ഡിനിൽ ഒരു കമ്പനീൻ്റെ CEO എല്ലാ ഹൈ ലെവലുള്ള ആൾക്കാർ ഒരു ലിങ്ക്ഡിനിലുണ്ട്, നമുക്ക് അവർ ആക്സസിബിൾ ആണ്. അപ്പോൾ എനിക്കിപ്പം വളരെ പ്രൗഡ്ലി പറയാം, ഇപ്പം ഞാൻ ചെയ്യുന്ന ഹെൽത്ത് സയൻസസ് യൂണിവേഴ്സിറ്റീൻ്റെ വൈസ് ചാൻസലറും ഞാനും ലിങ്ക്ഡിനിൽ കണക്റ്റഡ് ആണ്. അവരെൻ്റെ പോസ്റ്റിന് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പം അത് ആക്ച്വലി ഭയങ്കര ഒരു നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഫഷണലി കിട്ടുന്ന ഒരു വലിയൊരു അംഗീകാരമാണ്. അപ്പോൾ പുറത്തു പോകാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേജ് നോക്കി അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള പേജസ്, അവിടെ നടക്കുന്ന ഇവൻറ്റ്സ്, ഇതെല്ലാം നോക്കണമെങ്കിൽ നമുക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് വേഗ് പിക്ചർ എങ്കിലും നമുക്ക് കിട്ടും അല്ലേ? അവിടെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും, സ്റ്റുഡൻസ് ചെയ്യുന്ന കാര്യങ്ങളായാലും, സ്റ്റുഡൻസ് ഇപ്പം പ്രീ അറൈവൽ ആയാലും, അവരെന്തൊക്കെ ഒരു സെഷൻസ്, സെമിനാർസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മളൊരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഒരു ടൈം ഇൻ്റർവൽസ് ഉണ്ട്. പക്ഷെ ഇപ്പം യൂണിവേഴ്സിറ്റീസ് ഒക്കെ ലിങ്ക്ഡിൻ ആയാലും ഒക്കെ പ്രോപ്പർലി ലൈക്ക് 1 hour ബിഫോർ ലൈക്ക് അത്രയും നമുക്ക് ലൈവ് അപ്ഡേറ്റ്സ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ ഇത്രയും സ്റ്റുഡൻസിനെ പുറത്തോട്ട് പോകാൻ സഹായിച്ച ഹെൽപ്പ് ചെയ്ത ആ ഒരു വിളിച്ചതിലാണല്ലോ. ഇപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് രക്ഷപ്പെട്ട ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, ലൈക്ക് ഫിനാൻഷ്യലി ആയാലും അല്ലെങ്കിൽ പ്രൊഫഷണലി ആയാലും ഒക്കെ രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇതേപോലെ പകുതി വെച്ച് നിർത്തി പോരുന്നു, അല്ലെങ്കിൽ എത്തി ഒരു 2 മാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു, ഇങ്ങനെയും സ്റ്റുഡൻസ് ഉണ്ട്. ഈ 2 ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൽ എന്താണ് ഒരു കീ ഡിഫറൻസ്? എന്തുകൊണ്ടാണ് ഇവർ തിരിച്ചു പോന്നിട്ടുണ്ടാകുക, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ അവർ അവിടെ നിൽക്കാമായിരുന്നു? നമ്മളൊരാൾ UK എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അത് നമ്മളെ ഒരു സ്കിൽസ് ആയിട്ട് ആ കാര്യങ്ങൾ അലൈൻ ആവുന്നുണ്ടോ, അത് നമ്മൾ ഇനീഷ്യലി ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ കോഴ്സ് വൈസ് നമ്മൾ എടുക്കുന്ന കോഴ്സ് ആയാലും യൂണിവേഴ്സിറ്റി ആയാലും നമ്മൾ അതിൽ നമ്മളെ ഒരു കോൺട്രിബ്യൂഷൻസ് ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾക്ക് ആക്ച്വലി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അത് നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടി, ദാറ്റ് വിൽ ബി ദെയർ. പക്ഷെ എപ്പോഴും തിങ്സ് വിൽ ബി നോട്ട് ആസ് സെയിം ആസ് ഓൾവേസ്. അപ്പം നമ്മളിപ്പോൾ ഇന്ത്യയിൽ അപ്പം ഇവിടുത്തെ സിസ്റ്റത്തിനെ താത്തിക്കെട്ടി പറയല്ല. മേ ബി നമ്മളിപ്പോൾ ഇന്ത്യയിലെ സിസ്റ്റത്തിൽ നമുക്ക് റിസർച്ച് മെത്തഡോളജിയൊക്കെ നമുക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ നേരെ മറിച്ച് നമ്മളൊരു UK യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന സമയത്ത് അവിടെ റിസർച്ച് മെത്തഡോളജി അവർ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ SOPയിൽ വരെ നമുക്ക് അറിയാം റിജക്ഷൻ വരും, പ്ലജാരിസം ഡിറ്റക്റ്റഡ്. അതായത് നമ്മൾ അവിടെ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ് പോലും യൂണിവേഴ്സിറ്റി ഈ വക സോഫ്റ്റ്വെയർസിൽ ഇട്ടിട്ടാണ് ഇത്ര % കോപ്പീഡ് ആണ്. അപ്പം അങ്ങനത്തെ നമ്മൾ മേ ബി ഒരു 87% വൈ ഡിഡ് യു ചൂസ് ദിസ് യൂണിവേഴ്സിറ്റി, വൈ ഡിഡ് യു ചൂസ് ദിസ് കോഴ്സ് എന്ന് കോപ്പി അടിക്കുന്ന നമ്മൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ പോകുന്നതാണ് മേജർ പ്രോബ്ലം ആയിട്ട് വരുന്നത്.
അപ്പം അത്രയും ഫോർവേഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ അത്രയും ഫോർവേഡായി ചിന്തിച്ചിട്ടില്ലെങ്കിലാണ് മെയിനായിട്ട് നമുക്കൊരു ഇഷ്യൂ വരുന്നത്. നമ്മൾ അത്രയും എഫേർട്സ് ഇടണം. കാരണം ഇപ്പം നമ്മൾ ഇവിടുന്ന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ എത്രയൊക്കെ പ്ലാനിങ് ചെയ്യും. അതെ, ഒരു ടൂർ പോവുകയാണെങ്കിൽ ഒരു ബേസിക് ഇപ്പം നമ്മളൊരു 5 ഡേയ്സിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. ആ ട്രിപ്പ് പോകുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഒരുപാട് പ്ലാനിങ് ചെയ്യും. ലൈക്ക് നമ്മളെ കോസ്റ്റ് കട്ടിങ്ങിനെ കുറിച്ചായാലും നമ്മൾ ആ ഒരു 5 ഡേയ്സ് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വക പ്ലാനിങ് നമ്മൾ ചെയ്യും. എല്ലാം നമ്മൾ ചെയ്യും. പക്ഷെ അത്ര പോലും സീരിയസ്നെസ് ഇല്ലാതെ ഈ ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു ട്രെൻഡ് പോലെ യു കെയിൽ പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അവരാണ് ഈ പറയുന്ന സെക്കൻഡ് കാറ്റഗറിയിൽ പെടുന്നത്. കാരണം അവർ ഇവിടുന്ന് പോകുമ്പം ആക്ച്വലി കോൺഫിഡൻ്റ് അല്ല, ഓവർ കോൺഫിഡൻ്റ് ആണ്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാലാണ് ദ റിയൽ സ്ട്രഗിൾ ബിഗിൻസ്. ലൈക്ക് ഇഫ് ഇൻ കേസ് അവർ ആ ഒരു എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ, കാരണം നമ്മളൊരു സ്ഥലത്ത് ലൈക്ക് ഒരു കൺട്രിയിൽ പോകുന്നത് നമുക്ക് ആക്ച്വലി നമ്മളെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, ലൈക്ക് നമുക്ക് നമ്മളെ തന്നെ ഗ്ലോബലി എക്സ്പോഷറിന് വേണ്ടിയിട്ട് പല ആസ്പെക്റ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ആ ഗോള് നമ്മൾ ക്ലിയർലി നമ്മൾ വിസിബിൾ അല്ലെങ്കിൽ ഈ വക സിറ്റുവേഷൻസ് നമുക്കുണ്ടാവും. കാരണം നമ്മളിതിൽ ഒരുപാട് ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഒരു കുട്ടീൻ്റെ സ്റ്റഡി അബ്രോഡ് ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. നമ്മൾ ഒരു ഇമോഷണലി, നമ്മൾ ഫിനാൻഷ്യലി എല്ലാ വയസ്സും കുറേ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പം അതിനൊരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കാൻ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കൺട്രി അല്ല വിചാരിക്കേണ്ടത്, നമ്മളാ വിചാരിക്കണം. അതിനുള്ള എഫേർട്ട് നമ്മൾ ഇടണം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഫ്രണ്ട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ആള് പ്രൊഫഷണലി അത്രയും ഹൈ അല്ലായിരുന്നു. ലൈക്ക് പ്രൊഫഷണൽ സൈഡ് നോക്കുകയാണെങ്കിൽ അത്രയും എക്സ്പീരിയൻസ്ഡോ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. ബട്ട് ആൾ അവിടെ പോയതിനു ശേഷം ആൾ എന്നോട് ഓപ്പൺ അപ്പ് ആയിട്ട് പറഞ്ഞു, ഞാനൊരു ജോബ് കണ്ടെത്താൻ, ഒരു പാർട്ട് ടൈം ജോബ് തന്നെ കണ്ടെത്താൻ ഒരുപാട് അപ്ലിക്കേഷൻസ് ഇട്ടായിരുന്നു. അതും മേ ബി ഓരോ അപ്ലിക്കേഷനും വേണ്ടിയിട്ട് ഓരോ റിക്വയർമെൻറ്റിനനുസരിച്ച് ഒരുപാട് ചേഞ്ചസ് വരുത്തിയിരുന്നു. ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ പല ആളുകളും അത് അയ്യോ മതിയായി, ഇനി എനിക്ക് വയ്യാന്ന് പറഞ്ഞു വരാം. ബട്ട് ദിസ് ഗായ് ഹാഡ് എ ഗോൾ. ആൾക്ക് എന്ത് ചെയ്യണമെന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അവിടെ എത്തിയത് അത്രയും കഷ്ടപ്പെട്ടിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്ക് അത്രയും ആപ്റ്റായ ഒരു പെർഫെക്റ്റ് ജോബ് തന്നെ ആൾക്ക് കിട്ടി. ആളുടെ വർക്കിംഗ് അവേഴ്സും സ്റ്റഡീസ് എല്ലാം നന്നായി അലൈനായി പോകുന്ന രീതിക്ക് കിട്ടി. അത് ആ ഒരു പോസിറ്റീവ് മൈൻഡോടെ, അതുപോലെ ആ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് കാണണം. എക്സാക്ട്ലി. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആരും ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വെയിറ്റ് ചെയ്യല്ല. വി ഹാവ് ടു നോക്ക് ദ ഡോസ്. അപ്പോൾ ആ ഡോസ് ഓപ്പൺ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. ബട്ട് വി ഹാവ് ടു ബി പേഷ്യൻറ്റ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ തിരിച്ചു വരുന്ന കുട്ടികളുണ്ട്. കാരണം ഒരിക്കലും ലൈഫിലൊരു നമ്മൾ ക്വിക്ക് ഡെസിഷൻ എടുത്തിട്ട് കാര്യമില്ല. എല്ലാം നമ്മൾ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക. കാരണം മേ ബി ആ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നോക്കിയ ഡോസ് തുറക്കാൻ കുറച്ച് ലേറ്റ് ആവുമായിരിക്കും. പക്ഷെ നമ്മൾ റൈറ്റ്ലി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാരണം അതെന്തായാലും ഓപ്പൺ ആവും. അതും ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാൾ പോവുകയാണെങ്കിൽ ഇതിനേക്കാൾ മോഡേൺ ആയ ഒരു സ്ഥലമാണല്ലോ. ഒരുപാട് MNCs കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓബ്വിയസ്ലി അതിനനുസരിച്ച് ആ ഒരു ലെവലിലോട്ടുള്ള എഫേർട്ട് എന്തായാലും ഇടണം. അത് മനസ്സിലാക്കാതെയാണ് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെ അപ്പാർട്ട് ഫ്രം ട്യൂഷൻ ഫീസ്, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പാർട്ട് ഫ്രം ട്യൂഷൻ ഫീസ് നമ്മൾ അറിയാതെ പോകുന്ന ഒരു ഹിഡൻ ചാർജസോ അല്ലെങ്കിൽ കോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് പിള്ളേർ ശ്രദ്ധിക്കാതെ അവസാനം അവിടെ പോയി പെട്ട അവസ്ഥ? നമ്മളിപ്പോൾ ഒരു സ്റ്റഡി അബ്രോഡ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യലി ചെയ്യേണ്ടത് നമ്മളായിട്ടൊരു നമുക്ക് എത്ര കോസ്റ്റ് ബ്രേക്ക് ഡൗൺ വരും അത് ഇനീഷ്യലി പ്ലാൻ ചെയ്യലാണ്. അപ്പം ആ പ്ലാനിങ്ങിൽ ട്യൂഷൻ ഫീസ് മാത്രമല്ല വരുന്നത്. നമ്മളിപ്പം ട്യൂഷൻ ഫീസ് നമ്മൾ അടച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ നമുക്ക് അതർ ചാർജസ് വരും. ലൈക്ക് നമുക്കിപ്പം മേ ബി ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ടാവും, അത് ട്യൂഷൻ ഫീസിൻ്റെ പാർട്ടാണ്. എന്നാൽ പോലും റൈറ്റ് ഫ്രം ദാറ്റ് നമുക്ക് എക്സ്പെൻസ് തുടങ്ങുകയാണ്. പിന്നെ നമ്മൾ ക്യാഷ് കഴിഞ്ഞാൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വിസ ആപ്ലിക്കേഷൻ ചാർജസ് ഉണ്ടാവും, ഇൻഷുറൻസ് ഉണ്ടാവും, പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എയർലൈൻ ചാർജസ് ഉണ്ടാവും, അതൊന്നും ആരും. പിന്നെ ട്രാവൽ ഇൻഷുറൻസ് വേണം, അവിടെ എത്തിക്കഴിഞ്ഞാൽ അക്കോമഡേഷൻസ് വേണം, പിന്നെ അക്കോമഡേഷന് മേ ബി ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും, പിന്നെ ഫുഡ്. കാരണം ഫുഡൊക്കെ നമ്മൾ എന്തായാലും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ അറ്റ് ദ സെയിം ടൈം ഇനീഷ്യൽ സ്റ്റേജ്. അപ്പം ഈ വക എക്സ്പെൻസസ് നമ്മൾ എന്തായാലും ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആക്ച്വലി നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും, നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ള ഡെസിഷൻ എടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ അത് ഇപ്പം ഒരു എന്താ പറയുക സ്റ്റുഡൻസിന് ആക്ച്വലി നമ്മളൊരു ട്രാപ്പ് പോലെ ആയിപ്പോൾ. അപ്പം നമ്മളിപ്പം ഞാൻ ബേസിക്കലി കൗൺസിലേഴ്സിൻ്റെ അടുത്തായാലും ഞാൻ മീറ്റ് ചെയ്യുന്ന ഏജൻസിൻ്റെ അടുത്തായാലും ഈവൻ സ്റ്റുഡൻസിൻ്റെ അടുത്തായിട്ടും ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ലൈക്ക് ഈ ഒരു കാര്യങ്ങളാണ്. കാരണം അതാണ് സ്റ്റുഡൻസ് അറിയാത്ത കാര്യങ്ങൾ. ബാക്കിയൊക്കെ മേ ബി സ്റ്റുഡൻസിന് അറിയായിരിക്കും. ഓക്കെ,
What are some of the financial advices that you would offer to a student? ഫൈനാൻഷ്യൽ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? സോ അതിന് മുന്നേ നമ്മൾ എന്തായാലും ഒരു പോകുന്ന സമയത്ത് ഒരു എമർജൻസി ഫണ്ട്സ് മാൻഡേറ്ററി ആണ്. കാരണം നമുക്കറിയില്ല നമുക്ക് എത്ര കാലം ജോബ് ഇല്ലാണ്ട്. സോ എമർജൻസി ഫണ്ട്സ് അത് വൈസ്ലി ഉപയോഗിക്കുക. നമ്മളൊരു പുതിയ കൺട്രിയിൽ എത്തിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റില്ല. പിന്നെ പ്രോപ്പർലി ഇപ്പം നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ട്രാക്കർ ആപ്സ് ഉണ്ട്. അത് മണി കൺട്രോൾ ആപ്സ്, പേഴ്സണൽ എക്സ്പെൻസ് ട്രാക്കേഴ്സ്, അത് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി ഒരു അക്കൗണ്ടബിലിറ്റി വേണം. അക്കൗണ്ടബിലിറ്റിയും ആ ഒരു കാൽക്കുലേഷൻ ഇല്ലെങ്കിലാണ് ഈ ഒരു ഇഷ്യൂസ് വരുന്നത്. അപ്പം നമ്മൾ ഇപ്പം എസ്പെഷ്യലി ഒരു പുതിയ കൺട്രിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പം നാട്ടിൽ നിന്ന് നമ്മളിപ്പം ഒരു കോഫി ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ പോകുമ്പം അത്രയ്ക്ക് മൈൻഡ്ഫുൾ ആയിരിക്കില്ല. പക്ഷെ നമ്മൾ യു കെയിൽ എത്തിയിട്ട് നമുക്കിപ്പം ഈവൻ ഒരു ദിവസമായാലും 2 ദിവസമായാലും നമുക്കിപ്പം ഫുൾ ടൈം പുറത്ത് പോകാൻ തോന്നിയാൽ വി ഷുഡ് ബി മൈൻഡ്ഫുൾ ഓഫ് ദ എമൗണ്ട് വി ഹാവ് ഇൻ ആ പോക്കറ്റ്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് സയൻസ് യൂണിവേഴ്സിറ്റി, അവിടെ എന്തൊക്കെ ആണ് യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യാലിറ്റീസ്? മേ ബി ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ലൊക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് യൂണിവേഴ്സിറ്റി? സോ ഹെൽത്ത് സയൻസസ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ആക്ച്വലി ഒരു 60 year old ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. 60 year old ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണ്. പക്ഷേ എല്ലാവർക്കും ഹെൽത്ത് സയൻസസ് യൂണിവേഴ്സിറ്റി എന്ന് കേൾക്കുമ്പം ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് പോലെ അത്ര ഫാമിലിയർ അല്ല. അതിൻ്റെ ഒറ്റ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ ആണ് ഹെൽത്ത് സയൻസസ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഈ യൂണിവേഴ്സിറ്റി റീബ്രാൻഡ് ചെയ്തത്. അൺടിൽ ദെൻ അത് AECC, അതായത് ആംഗ്ലോ യൂറോപ്യൻ കോളേജ് ഓഫ് കൈറോപ്രാക്ടിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. വെൽ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. UK തന്നെ 2 ക്യാമ്പസ് ഉണ്ട്, സെൻട്രൽ ലണ്ടൻ ക്യാമ്പസും ബോൺമൗത്ത് ക്യാമ്പസും. സോ ബേസിക്കലി അവിടെ നടക്കുന്ന പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഈ കൈറോപ്രാക്ടിക്സ്, പിന്നെ ഒക്യുപ്പേഷണൽ തെറാപ്പി, സ്പോർട്സ് മെഡിസിൻ, ഹ്യൂമൻ ബോഡി, ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഹെൽത്ത് പ്രോഗ്രാംസ് നടക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. ലൈക്ക് കോളേജായിരുന്നു AECC. സോ അതിന് അത്രയ്ക്കൊരു ഇൻ്റർനാഷണൽ എക്സ്പോഷേഴ്സ് ഉണ്ടായിട്ടില്ല. അപ്പം ലാസ്റ്റ് ഇയറിൽ അവരത് ഹെൽത്ത് സയൻസസ് യൂണിവേഴ്സിറ്റി, കാരണം സിൻസ് ദേ ഹാവ് മേജർ ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്, അതിന് ആക്ച്വലി ദേ കുഡ് നോട്ട് ഫൈൻഡ് എ ബെറ്റർ നെയിം അതർ ദാൻ ഹെൽത്ത് സയൻസസ് യൂണിവേഴ്സിറ്റി. അപ്പം അങ്ങനെയാണ് ഹെൽത്ത് സയൻസസ് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഇയർ റീബ്രാൻഡ് ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഹെൽത്ത് ബിസിനസ് സ്കൂൾ അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തു. കാരണം ആസ് ഐ സെഡ് അധികം കോഴ്സസും നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആണ്.